ഹലോ, ഇപ്പോൾ പുതിയൊരു വീഡിയോ ആണ്. രാവിലത്തെ കുറച്ച് പരിപാടി കേട്ടോ. ചായക്ക് വെള്ളം വെച്ചു. നീറ്റുപാടെ നിന്ന് ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓട്ടട എന്നാണ് ഇവിടെയൊക്കെ പറയുക കേട്ടോ. ഇനി വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ പച്ചരി തലേദിവസം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് തേങ്ങയും പിന്നെ ചെറിയ ജീരകവും കൂടെ ഇട്ടിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ചോറ് കൂട്ടാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറ് പിന്നെ സെപ്പറേറ്റ് കുറച്ച് ചോറും കൂടെ അരച്ചിട്ട് അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഓട്ടട ചുടാറ്. എല്ലാവരും എങ്ങനെയാണ് ചുടാന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. അങ്ങനെ ഓട്ടട ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചോറിന് വെള്ളം വെച്ചു. നമുക്ക് ഒരു പണി ഉണ്ടായിരുന്നു, ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. കുറച്ച് ദിവസത്തേക്കാണ് ക്ലീൻ ആക്കിയിട്ട്. അപ്പോൾ ഫ്രിഡ്ജ് ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറിന് വെള്ളം വെച്ചിട്ട് അരിയൊക്കെ ഇട്ടിട്ട് ശേഷമാണ് കേട്ടോ ഞാനിതിന് നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ആ പരിപാടിക്ക് നിന്നിട്ടുണ്ട് കേട്ടോ. ആദ്യം മുകളിലത്തെ തുടച്ച് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ അവിടെ ഒക്കെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോള് നീറ്റിട്ടില്ല. അപ്പോൾ അവൾ നീക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് തുടച്ച് ഒന്ന് തിരിച്ചങ്ങോട്ട് തന്നെ കയറ്റണം. അതിനുള്ള തന്ത്രപ്പാടിലാണ്. അതിൻ്റെ ഇടയിൽ കാക്കു നീറ്റുണ്ടായിരുന്നു. കാക്കു നീറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് പോയിട്ടോ. പിന്നെ ഞാൻ കാക്കു പോയതിന് ശേഷം വീണ്ടും ഞാൻ ഇതിമ്മക്കനെ നിന്നു. മോള് എണീറ്റിട്ടില്ല. ഇപ്പോൾ എണീക്കാറായിട്ടുണ്ട്. എണീറ്റ് പിന്നെ ഈ സാധനങ്ങളൊക്കെ അവളുണ്ടാവും എൻ്റെ കൂടെ ഇട്ടോ പണിക്ക്. എടുത്തിട്ടിട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് തിരിച്ചങ്ങോട്ട് കയറ്റണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ എൻ്റെ പ്ലാനിങ് എല്ലാം കുളമാക്കിയിട്ട് ഈ ഒരു സമയം ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് തുടച്ച് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്ക് അവൾ നീറ്റുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാൻ തുടക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്നുട്ടോ പോയിട്ടോ എന്ന് പറയും ടോ പറയുന്നതിനെ പറ്റിയിട്ട്. അതെനിക്ക് മാറ്റാൻ പറ്റില്ലടോ, സ്വാഭാവികമായിട്ട് വരുന്നതാണേ. ഞാൻ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നു പോവുകയാണ് കേട്ടോ. ഞാൻ പതുക്കെ മാറ്റാൻ നോക്കാം. പെട്ടെന്നാണ് മാറ്റാൻ പറ്റണില്ല. വീണ്ടും ഇങ്ങനെ നമ്മൾ അറിയാണ്ട് അങ്ങോട്ട് വന്നു പോവുകയാണ്. അതല്ലാതാവുമ്പോൾ നമ്മൾ പിന്നെ നമ്മളിങ്ങനെ പഠിച്ച് നിങ്ങളോടൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന പോലെ ഇപ്പോൾ ഇത് ഞാനിങ്ങനെ അറിയാം സ്വാഭാവികമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണേ. അപ്പോൾ അതിങ്ങോട്ട് വരികയാണ് അതിൻ്റെ ഇടയിൽ. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണേ. നമുക്ക് പതുക്കെ റെഡിയാക്കാം. ഓക്കെ. അങ്ങനെ അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം ഇതാക്കാമെന്ന് വിചാരിച്ചിട്ട് മോളിങ്ങനെ എത്തി വലിയ എടുക്കാനൊക്കെ നോക്കുന്നത് ടേബിൾ മേലാണ് വെച്ചിരിക്കണത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഓരോ സാധനങ്ങളൊക്കെ തിരിച്ച് വെച്ച് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് വെച്ചിട്ടോ. ഒരുപാട് നമ്മൾ ഉമ്മയും വാപ്പയും അല്ലാത്തതൊക്കെ ഫ്രിഡ്ജിലുണ്ട് എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ. എല്ലാം കയറ്റി ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയാണ്, എന്താ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് പുറകെ വേണ്ടാത്തൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസത്തേക്കാണ് ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ആക്കിയിട്ട്. അതുകൊണ്ട് വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാനൊന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം അടിച്ചുവാരി തുടക്കാൻ നിന്നു കേട്ടോ. അങ്ങനെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മോളെ വേഗം കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും പോയി കുളിച്ചു കേട്ടോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.